ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ പറവട്ടാനിയിലുള്ള വിമലനാഥ ചർച്ചിന് മുമ്പിലാണ്. വിമലനാഥ ചർച്ചിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അന്തോണിസ് പുണ്യാളൻ കർത്താവിൻ്റെയും കർത്താവിൻ്റെയും ഒരു ചർച്ചാണ് വിമലനാഥ ചർച്ച് പറവട്ടാനി. അപ്പോൾ അന്തോണിസ് പുണ്യാളൻ കർത്താവിൻ്റെയും കൂടി ചർച്ചാണ് ഈ ചർച്ച്. അതുകൊണ്ടാണ് അന്തോണിസ് പുണ്യാളൻ കർത്താവിൻ്റെയും കർത്താവിൻ്റെ രൂപം നമുക്ക് മുന്നിൽ തന്നെ കാണിക്കുന്നത്. ഇത് വ്യാകുല മാതാവിൻ്റെ രൂപമാണ്. തൊട്ട് മടിയിലെടുക്കുന്നത് ക്രിസ്തുനാഥനാണ്. വിമലനാഥ ചർച്ചിന് തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്. ആ പള്ളിക്കൂടമാണ്, പള്ളി സ്കൂൾ തന്നെയാണ്. ഇതേ നമുക്കിനി വീഡിയോ വിശേഷങ്ങളിലേക്ക് പോകാം. ഗ്രോട്ടമാതാവിൻ്റെ രൂപമാണ് ഈ കാണിക്കുന്നത്. ഇത് ഈ ഭാഗം ഗോൾഡൻ ജൂബിലി പാരിഷ് ഹാളാണ്. തൊട്ട് മുകളിൽ തന്നെ മാതാവിന് കർത്താവിൻ്റെ രൂപമുണ്ട്. ഈ കാണുന്നത് പള്ളിയാണ്. പള്ളിക്ക് മുകളിൽ കുരിശ്, താഴെ മാതാവിൻ്റെ രൂപമുണ്ട്. വിമലനാഥ ചർച്ച്. ഈ പള്ളിയുടെ ഉൾഭാഗങ്ങളിലേക്ക് പോകാം. പള്ളിയുടെ അൽത്താരയാണ് കാണിക്കുന്നത്. തൊട്ട് മുകളിൽ ക്രൂശിത രൂപമാണ് കാണിക്കുന്നത്, ക്രൂശിതനായ യേശു ക്രിസ്തു. പിന്നെ ഉയർത്തെഴുന്നേറ്റ യേശു കാണിക്കുന്നുണ്ട്. കണ്ട വിളക്ക്, എണ്ണൊഴിച്ച് പ്രാർത്ഥിക്കാൻ എണ്ണൊഴിച്ച് കത്തിക്കുന്ന വിളക്കാണ്. ഈ കാണുന്നത് മാതാവിൻ്റെ രൂപമാണ്. അനീതിയാണ് കാണിക്കുന്നത്. ആ കാണുന്നത് അൽഫോൺസമ്മ രൂപമാണ്. അനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാനായിട്ട് ഒരു നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന പൈസ ഇട്ടാൽ മതി. അപ്പോൾ അതിന് അനിത എന്ന് പറയുന്നത്, അതിന് പേര് പറയുന്നത്. മരിച്ചവർക്ക് ഒരു അന്നീതൊക്കെ കഴിപ്പിക്കാറുണ്ട്. എല്ലാ പള്ളികളും കഴിപ്പിക്കും. ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ കർത്താവിൻ്റെ രൂപമാണ്. അവിടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയും അന്തോണിസ് പുണ്യാളൻ കർത്താവിൻ്റെ രൂപമുണ്ട്. പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലും, അതായത് എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പം ചുമരിലൊക്കെ കുരിശിൻ്റെ പാതയാണ് കാണിക്കുന്നത്. ഈ രൂപം ഔസേപിതാവിൻ്റെയും കർത്താവിൻ്റെ രൂപമാണ്. ഈ ഭാഗം അന്തോണിസ് പുണ്യാളൻ്റെയും കർത്താവിൻ്റെ രൂപമാണ്. യേശുനാഥൻ്റെ വാർത്തുപിതാവായ ഔസേപിതാവിൻ്റെ രൂപമാണ് മുന്നിൽ കാണിച്ചത്. അന്തോണിസ് പുണ്യാളൻ കർത്താവിൻ്റെ രൂപം. അന്തോണിസ് പുണ്യാളൻ കർത്താവിൻ്റെ കൂടി പള്ളിയെ കാരണമാണ് ആ രൂപം കാണിക്കുന്നത്. ഈ കാണുന്നത് നിത്യസഹായ മാതാവിൻ്റെയും കർത്താവിൻ്റെ രൂപമാണ്. തൊട്ടടുത്ത് മാലാഖമാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെ തന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്ഥലവും കാണിക്കുന്നുണ്ട്. കണ്ട എന്ത് മനോഹാരിതയുള്ള പള്ളിയല്ലേ. പറവട്ടാനി ഭാഗത്താണ് ഈ പള്ളിയുള്ളത് കേട്ടോ. പറവട്ടാനിയാണ് ലൊക്കേഷൻ വരുന്നത്. ഞങ്ങളിടയ്ക്ക് ഈ പള്ളിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വീഡിയോ ആക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.